أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات أوصيكم وإياي بتقوى الله. قال الله تعالى في قرآنه الكريم: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. واذكر في الكتاب إبراهيم إنه كان صديقا نبيا إذ قال لأبيه يا أبت لم تعبد ما لا يسمع ولا يبصر ولا يغني عنك شيئا. ആദരണീയരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികൾ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് അങ്ങേറ്റം തക്കോടെ ജീവിക്കുവാൻ ആദ്യമായി എന്നുള്ള നമ്മുടെ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിത സന്ദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളുടെ പ്രാധാന്യവും ശ്രേഷ്ഠതയുമാണ് കഴിഞ്ഞ ഖുതുബയിലൂടെ നാം വിശദീകരിച്ചിട്ടുള്ളത്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ആദർശ പ്രബോധന പ്രവർത്തനങ്ങൾ, ആ സന്ദർഭത്തിൽ അദ്ദേഹം അഭിമുഖീകരിക്കേണ്ടി വന്നിരിക്കുന്ന പരീക്ഷണങ്ങൾ വിശുദ്ധ ഖുർആനിൽ പല സൂറകളിലും പല ആയത്തുകളിലുമായി പ്രതിപാദിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. ഏതാനും ചില വസ്തുതകൾ സാന്ദർഭികമായി നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. നമ്മളൊക്കെ തന്നെയും ഇസ്ലാമിക ജീവിതം നയിക്കുന്നതോടൊപ്പം ഇസ്ലാമിൻ്റെ യഥാർത്ഥമായ സന്ദേശം പ്രബോധനം ചെയ്യാൻ കടപ്പെട്ടവരും ബാധ്യസ്ഥരുമാണ്. വൽതകും മിൻകും ഉമ്മ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങളിൽ നിന്ന് ഒരു സമൂഹം ഉണ്ടാകണം. ആ സമൂഹത്തിൻ്റെ പ്രത്യേകത സദാചാരം കൽപ്പിക്കുകയും ദുരാചാരം വിലക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം. നല്ലതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. മറ്റൊരിടത്ത് ഖുർആൻ പറഞ്ഞത് കുൻതും ഖൈറ ഉമ്മ, നിങ്ങൾ ഒരു ഉത്തമ സമൂഹമാകുന്നു. ഉഖ്രിജത്ത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിക്കപ്പെട്ട ഒരു സമൂഹം എന്ന നിലക്ക് അവിടെയും അള്ളാഹു നമുക്ക് വിശദീകരിച്ചു. ഖൈറ ഉമ്മത്തി തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ, നല്ല കാര്യങ്ങൾ കൽപ്പിക്കുകയും ചീത്ത കാര്യങ്ങൾ വിലക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മെ ബോധ്യപ്പെടുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ വിശ്വാസം അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് മാത്രമല്ല, അവർ ഉൾക്കൊണ്ടിരിക്കുന്ന ആദർശത്തിൻ്റെ പ്രബോധനം അവരുടെ കടമയും ബാധ്യതയും ഉത്തരവാദിത്വവുമാകുന്നു എന്ന് ഉണർത്തപ്പെടുകയും മുസ്ലിം സമൂഹം ഒരു ഉത്തമ സമൂഹം എന്ന നാമധേയത്തിന് വിധേയമാക്കപ്പെടുന്നത് ഈ മഹത്തായ ഗുണവിശേഷം കൊണ്ടാകുന്നു എന്ന് വിശദീകരിക്കപ്പെടുകയുമാണ് ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തെക്കുറിച്ച് പരാമർശിക്കുവാൻ സൂറത്തു മറിയമിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു. വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം, ആ ഇബ്രാഹിമിൻ്റെ ചരിത്രം, ആ സംഭവം, ആ വിവരം നീ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അത് പ്രസ്താവിക്കുക, സ്മരിക്കുക, ഓർമ്മിക്കുക. ആ വേദഗ്രന്ഥത്തിൽ ഇബ്രാഹിമിനെ കുറിച്ച് ഓർമ്മിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറഞ്ഞു, ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ, തീർച്ചയായും അദ്ദേഹം സത്യവാനായിരുന്നു, അതുപോലെ പ്രവാചകനുമായിരുന്നു. സിദ്ദീഖാണ്, നബിയാണ് എന്ന വിശേഷമാണ് ഇവിടെ നൽകപ്പെട്ടിരിക്കുന്നത്.
വേറെ പല ആയത്തുകളിലും പല രൂപത്തിലുള്ള വിശദീകരണങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ അള്ളാഹു സൂചിപ്പിച്ചിരിക്കുന്നത് ഇബ്രാഹിമിനെ കുറിച്ച് പ്രസ്താവിക്കുവാൻ വേണ്ടി ഖുർആനിൽ അതിനെക്കുറിച്ച് ഓർമ്മിക്കുവാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബിയുടെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ സൂചിപ്പിച്ചത് അദ്ദേഹം സത്യസന്ധനായിരുന്നു, അതുപോലെ തന്നെ പ്രവാചകനായിരുന്നു. ഇത് ഖാലലി അബീഹി യാ അബത്തി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. അദ്ദേഹം തൻ്റെ പ്രബോധന പ്രവർത്തനം ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ സ്വന്തം പിതാവിനോടാണ്. പിതാവിൻ്റെ വിശ്വാസത്തെയും ആദർശത്തെയും ചോദ്യം ചെയ്തുകൊണ്ട്, പിതാവിനെ സത്യമാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് യഥാർത്ഥ ആദർശം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇത് ഖാലലി അബീഹി, അദ്ദേഹം തൻ്റെ പിതാവിനോട് പറഞ്ഞിരുന്ന സന്ദർഭം ഓർമ്മിക്കുക. യാ അബത്തി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. എൻ്റെ വന്യനായ ഉപ്പ, അങ്ങ് എന്തിനെയാണ് ആരാധിക്കുന്നത്? കാണാൻ കഴിയാത്ത, കേൾക്കാൻ കഴിയാത്ത, യാതൊരു ഉപകാരവും അധീനമാക്കാൻ കഴിയാത്ത ശക്തികളെയാണോ എന്നാണ് അദ്ദേഹം തൻ്റെ ബാപ്പയോട് ചോദിക്കുന്ന ചോദ്യം. ഇത് ഖുർആൻ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം നടത്തിയ പ്രബോധനമായിട്ട് അദ്ദേഹം വീണ്ടും പറയുന്ന കാര്യങ്ങൾ ഖുർആൻ അതിനെ തുടർന്നുകൊണ്ട് പറയുന്നുണ്ട്. എനിക്ക് അറിവിൽ ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതി, താങ്കൾക്ക് ലഭിച്ചിട്ടില്ലാത്ത കുറെ അറിവ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്, അഥവാ പിതാവിന് ലഭിച്ചിട്ടില്ലാത്ത വഹി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് ലഭിച്ചിട്ടുണ്ട്. എന്നിട്ട് അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ എന്നെ പിൻപറ്റണം എന്നും ഫത്തബിനി അഹദിക സിറാത്തൻ സവിയ്യ, ഞാൻ നേരായ മാർഗത്തിലൂടെ നിങ്ങൾക്ക് വഴി കാണിച്ചു തരാം എന്ന് പിതാവിനോട് പറയുകയും ചെയ്യുന്ന സന്ദർഭം ഖുർആൻ നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നു. മറ്റൊരായത്തിൽ ഖുർആൻ അവിടെ വിശദീകരിക്കുന്നത് കാണാം. വൈദ് ഖാല ഇബ്രാഹിമു ലി അബീഹി, ഇബ്രാഹിം അലൈഹി ഇസ്ലാം സ്വന്തം പിതാവിനോട്, ലി അബീഹി ആസർ, സ്വന്തം പിതാവായിരുന്ന ആസറിനോട് പറഞ്ഞ സന്ദർഭം. അതത്തഹിദു അസ്നാമൻ ആലിഹത്തൻ, അങ്ങ് ബിംബങ്ങളെ ആരാധ്യന്മാരായി വെച്ചിരിക്കുകയാണോ? ഇന്നി അറാക വ ഖൗമക ഫീ ളലാലിൻ മുബീൻ, താങ്കളെയും താങ്കളുടെ ജനതയെയും വ്യക്തമായ വഴികളിലാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ അറിയുന്നു എന്ന് സൂചിപ്പിക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കും. അപ്പോൾ സ്വന്തം ഉപ്പയുടെ ആദർശത്തെ ചോദ്യം ചെയ്യുകയും അത് യഥാർത്ഥ വിശ്വാസത്തിലേക്ക് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയും സകലമാന ബഹുമാനവും ആദരവും നിലനിർത്തിക്കൊണ്ട് അദ്ദേഹത്തോട് ദഅവത്ത് നടത്തുകയും ചെയ്യുന്ന രംഗമാണ് വിശുദ്ധ ഖുർആനിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയെല്ലാം വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്ന കാര്യം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ള, കാണാൻ കഴിയാത്ത, കേൾക്കാൻ കഴിയാത്ത, യാതൊരു ഉപകാരവും അധീനമാക്കാൻ കഴിയാത്ത ശക്തികൾക്ക് മുമ്പിലാണോ, അല്ലെങ്കിൽ പ്രതിമകളോടെയാണോ ആരാധ്യന്മാരായി സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. മറ്റൊരായത്തിൽ ഖുർആൻ വിശദീകരിക്കുന്നു നോക്കൂ നമ്മൾ. വത്ലു അലൈഹിം നബഅ ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ വൃത്താന്തം നീ അവർക്ക് ഓതിക്കൊടുക്കുക. ഇത് ഖാല ലി അബീഹി വ ഖൗമിഹി, അദ്ദേഹം തൻ്റെ പിതാവിനോടും തൻ്റെ ജനതയോടും പറഞ്ഞിരിക്കുന്ന സന്ദർഭം. മാ തഅബുദൂൻ, നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുന്നത്? ആ സന്ദർഭത്തിൽ അവരുടെ മറുപടി ഖാലൂ നഅബുദു അസ്നാമൻ ഫനളല്ലു ലഹാ ആഖിഫീൻ, ഞങ്ങൾ ബിംബങ്ങൾക്കാണ് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നത്, അവയുടെ മുമ്പിൽ ഞങ്ങൾ ഭജനമിരിക്കുകയും ചെയ്യുന്നു എന്നാണ്. ആ സന്ദർഭത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാം അവരോട് ചോദിക്കുന്നു, ഖാല ഹൽ യസ്മഊനകും ഇദ് തദ്ഊൻ ഔ യൻഫഊനകും ഔ യദുറൂൻ, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കേൾക്കാൻ അവർക്ക് സാധിക്കുമോ? അല്ല, നിങ്ങൾക്ക് വല്ല ഉപകാരവും ചെയ്യാൻ അവർക്ക് സാധിക്കുമോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല ഉപദ്രവവും വരുത്തുവാൻ അവർക്ക് സാധിക്കുമോ? നമ്മൾ ആലോചിച്ച് നോക്കി. ഇവിടെ യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം സ്വന്തം ജനതയോടും സ്വന്തം പിതാവിനോടും സ്വന്തം സമൂഹത്തോടും നാട്ടുകാരോടും ഒക്കെ പഠിപ്പിക്കുന്ന കാര്യം, നിങ്ങൾ എന്തിനെ ആരാധിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ആരാധിക്കപ്പെടുന്ന ആ വസ്തുക്കളുടെ ദുർബലാവസ്ഥ, അവർക്ക് കേൾക്കാൻ കഴിയില്ല, കാണാൻ കഴിയില്ല, ഉപകാരം ചെയ്യാൻ കഴിയില്ല, ഉപദ്രവം ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ, ലോകത്തെ മുഴുവൻ മനുഷ്യരെയും നമ്മൾ വിലയിരുത്തിയാൽ മൊത്തത്തിൽ ബഹുഭൂരിഭാഗം ആളുകളും ദൈവവിശ്വാസികളാണ്. ഒരു ഈശ്വരനിൽ അല്ലെങ്കിൽ ഒരു ദൈവത്തിൽ, ഒരു കർത്താവിൽ അല്ലെങ്കിൽ ഒരു അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. പക്ഷേ അതേ സന്ദർഭത്തിൽ ആ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതോടൊപ്പം അവനെ വിളിച്ച് പ്രാർത്ഥിക്കുവാനും കാര്യങ്ങൾ അർപ്പിക്കുവാനും നേർച്ചകളും വഴിപാടുകളും പൂജകളും അർപ്പിക്കുവാനും ഒട്ടനവധി കേന്ദ്രങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെയൊക്കെ മനുഷ്യരുടെ ധാരണ എന്താണ്? ഏതെങ്കിലും നിലക്കുള്ള ഗുണം ലഭിക്കുവാനോ ദോഷം തടുക്കുവാനോ
അല്ലെങ്കിൽ നമുക്ക് ഗുണം ചെയ്തു തരുവാനോ നമ്മുടെ ദോഷം തടുക്കുവാനോ അവർക്ക് സാധിക്കും എന്നുള്ള ധാരണയോടുകൂടിയാണ് പലതും ഇവിടെ ആരാധിക്കപ്പെടുകയും വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുകയും പൂജിക്കപ്പെടുകയും നേർച്ച വഴിപാടുകൾ അർപ്പിക്കപ്പെടുകയും ചെയ്യുന്നത്. സമൂഹത്തിൽ നമുക്ക് മുസ്ലിം സമൂഹത്തിൽ പോലും പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ഈ കാര്യം ബോധ്യപ്പെടും. മരിച്ചു മൺമറഞ്ഞു പോയ മഹാത്മാക്കളുടെ കബറിടങ്ങൾ എന്തുകൊണ്ട് ആരാധിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മഹാത്മാക്കൾ എന്തുകൊണ്ട് വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്നു, അവിടെ നേർച്ചകളും വഴിപാടുകളും എന്തുകൊണ്ട് സമർപ്പിക്കപ്പെടുന്നു എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ഏതെങ്കിലും നിലക്ക് ഉപകാരം ലഭിക്കുവാനോ ഏതെങ്കിലും നിലക്കുള്ള ദോഷം തടുക്കുവാനോ അവ കൊണ്ട് സാധിക്കും എന്നുള്ള ആ ധാരണയുടെയോ ആ വിശ്വാസത്തിൻ്റെയോ അടിസ്ഥാനത്തിലാണ് അള്ളാഹു അല്ലാത്ത പല ശക്തികളും വ്യക്തികളും വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും പൂജിക്കപ്പെടുകയും ചെയ്യുന്നത്. ഇതിൻ്റെ നിരർത്ഥകതയെ ബോധ്യപ്പെടുത്തുകയാണ്. അവർക്ക് കേൾക്കാൻ കഴിയുമോ, അവർക്ക് കാണാൻ കഴിയുമോ, അവർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ സാധിക്കുമോ, എന്തെങ്കിലും ഉപദ്രവം തടുക്കാൻ സാധിക്കുമോ, ഈ കാര്യം അവരെ ബോധ്യപ്പെടുത്തുകയാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതിന് അവർ പറഞ്ഞിരിക്കുന്ന മറുപടി എന്താ? ഖാലൂ ബൽ വജദ്നാ ആബാഅനാ കദാലിക യഫ്അലൂൻ. ഞങ്ങളുടെ പിതാക്കൾ അങ്ങനെ ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടിരിക്കുന്നു. ഞങ്ങളുടെ വാപ്പ ഉപ്പാപ്പമാർ ചെയ്യുന്ന പാരമ്പര്യമായി കണ്ടുവരുന്ന കാര്യമാണ് എന്നല്ലാതെ അവർക്ക് ഏതെങ്കിലും നിലക്കുള്ള തെളിവുകൾ ഉദ്ധരിക്കുവാനോ ബുദ്ധിപരമായ ന്യായം പറയുവാനോ ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല. ഇതാണ് ഇന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മറുപടി. അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ, മതവിരുദ്ധമായ അത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ പ്രബോധന പ്രവർത്തനങ്ങളുമായി നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അത്തരം ആളുകളിൽ നിന്ന് നമുക്ക് ഇന്നും കേൾക്കാൻ സാധിക്കുന്ന മറുപടി പാരമ്പര്യമായി ചെയ്തു വരുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ ബാപ്പ ഉപ്പാപ്പന്മാർ ചെയ്തു വരുന്നതാണ്, അങ്ങനെ ഒരു തലമുറകളായി ചെയ്തു വരുന്നു എന്നുള്ള കാര്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുന്നു. നോക്കൂ, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്നല്ലാഹ്. ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് ആരാകുന്നു എന്ന് അവരോട് ചോദിച്ചു നോക്കിയാൽ അവർ പറയും അള്ളാഹു ആകുന്നു എന്ന്. മൊത്തത്തിൽ എല്ലാ മതവിശ്വാസികളും പറയുന്നൊരു കാര്യമാണ്. സൃഷ്ടാവ് ആരാണ്, ആകാശങ്ങൾ സൃഷ്ടിച്ചതാരാണ്, ഭൂമിയെ സൃഷ്ടിച്ച് സംവിധാനിച്ചതാരാണ് എന്ന് ചോദിച്ചാൽ അള്ളയാണ്, ദൈവമാണ്, ഈശ്വരനാണ്, കർത്താവാണ് എന്നൊക്കെയാണ് സാധാരണ എല്ലാ മതവിശ്വാസികളും പറഞ്ഞു വരുന്ന മറുപടി. പക്ഷേ അത് പറയുന്നതോടൊപ്പം മറ്റു പലതിനെയും വിളിച്ച് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും പൂജിക്കുവാനുമുള്ള കാരണം നമുക്കെന്തെങ്കിലും ഗുണം ലഭിക്കും. നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് ഹൈറായി തീരും. നമ്മളൊരു കച്ചവടം ആരംഭിക്കുമ്പോൾ അത് ലാഭകരമായി തീരും. നമ്മളൊരു യാത്ര ആരംഭിക്കുമ്പോൾ ആ യാത്ര സുഗമമായിരിക്കും. നമ്മൾ വീട്ടിൽ താമസിക്കുമ്പോൾ ആ വീട്ടിലെ താമസം സന്തോഷകരമായിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് നന്മകൾ നമുക്ക് ലഭിക്കുവാൻ മറ്റു പല ശക്തികളെയും വ്യക്തികളെയും പ്രീതിപ്പെടുത്തുകയും തൃപ്തിപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ധാരണയാണ് അള്ളാഹു അല്ലാത്ത പല ശക്തികളും വ്യക്തികളും ആരാധിക്കപ്പെടാനുള്ള കാരണം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് വരാനിരിക്കുന്ന എന്തെങ്കിലും അപകടങ്ങൾ നീങ്ങിക്കിട്ടാൻ, ഉപദ്രവങ്ങൾ ഇല്ലാതിരിക്കാൻ, മറ്റു ദോഷങ്ങൾ ഇല്ലാതിരിക്കാൻ, രോഗങ്ങൾ സുഖപ്പെടുത്താൻ, ഇങ്ങനെ തുടങ്ങി നമുക്ക് പ്രയാസകരമായിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുവാൻ അത്തരം ശക്തികൾക്കോ വ്യക്തികൾക്കോ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് അവർ ആരാധിക്കപ്പെടുകയും വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ നിരർത്ഥകത അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ്. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്നല്ലാഹ്. ആരാണ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ അവർ അതിന് മറുപടി പറയും അള്ളാഹു ആകുന്നു എന്ന്. എന്നാൽ ഖുൽ അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ്. അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? അള്ളാഹു അവിടെ സൂചിപ്പിക്കുന്നു. നോക്കൂ, നമ്മൾ ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഉന്ന കാശിഫാതു ദുർരി. അള്ളാഹു ഏതെങ്കിലും നിലക്കുള്ള ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ നമുക്ക് ഉണ്ടാവണം എന്ന് ഉദ്ദേശിച്ചാൽ ആ പ്രയാസത്തെ നീക്കം ചെയ്യാൻ അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ശക്തികൾക്കോ വ്യക്തികൾക്കോ സാധിക്കുമോ? ഇതാണ് അള്ളാഹുവിന്റെ ചോദ്യം. വീണ്ടും അള്ളാഹു പറയുന്നു അവിടെ, ഇൻ അറാദനി അല്ലാഹു ബിറഹ്മ. അള്ളാഹു ഇൻ അറാദനി ബിറഹ്മ, അള്ളാഹു നിങ്ങൾക്ക് എന്തെങ്കിലും അനുഗ്രഹം ചെയ്യണം, കാരുണ്യം ചെയ്യണം എന്ന് വിചാരിച്ചാൽ യഥാർത്ഥത്തിൽ അൽ ഉന്ന മുംസിഖാതു റഹ്മതിഹി, ആ അനുഗ്രഹത്തെ പിടിച്ചു വെക്കാൻ അള്ളാഹു അല്ലാതെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ശക്തികൾക്കോ വ്യക്തികൾക്കോ സാധിക്കുമോ? എന്നിട്ട് അള്ളാഹു നമുക്ക് വിശദീകരിച്ചിരുന്നു. ഖുൽ, നീ പറയുക, ഹസ്ബി അല്ലാഹ് അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ. എനിക്ക് അള്ളാഹു മതി, തവക്കുലാക്കുന്ന ആളുകൾ മുഴുവനും, ഭരമേൽപ്പിക്കുന്ന ആളുകൾ മുഴുവനും അവനിൽ ഭരമേൽപ്പിക്കട്ടെ എന്നാണ് അള്ളാഹു അവിടെ പ്രസ്താവിക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കും, അള്ളാഹുവിനെ കൂടാതെ മറ്റു പലതിനെയും വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ഒരവസ്ഥയിൽ അള്ളാഹുവിന്റെ ചോദ്യം, അള്ളാഹു നമുക്ക് എന്തെങ്കിലും വിഷമമുണ്ടാകണം എന്ന് ഉദ്ദേശിച്ചാൽ ആ വിഷമത്തെ നീക്കം ചെയ്യുവാനോ
അള്ളാഹു നമുക്ക് എന്തെങ്കിലും അനുഗ്രഹം ചെയ്യണം എന്ന് വിചാരിച്ചാൽ ആ അനുഗ്രഹത്തെ പിടിച്ചു വെക്കുവാനോ അള്ളാഹു അല്ലാത്ത മറ്റേതെങ്കിലും ശക്തികൾക്കോ വ്യക്തികൾക്കോ മറ്റാരാധ്യ വസ്തുക്കൾക്കോ സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ് അള്ളാഹു നമ്മുടെ മുമ്പിൽ ഉയർത്തുന്നത്. ഇത് സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് അള്ളാഹു മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടവൻ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ കാര്യം ഉൾക്കൊണ്ടിരുന്ന യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൻ്റെ ജനതയോടും മറ്റു കാര്യങ്ങളും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്ന മറുപടി എല്ലാം വിശദീകരിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ ജനതയുടെ മുമ്പിൽ വ്യക്തമായി തുറന്നു പറഞ്ഞു, ഖാല അഫറഅയ്തും മാ കുൻതും തഅബുദൂൻ അൻതും വആബാഉകുമുൽ അഖ്ദമൂൻ. നിങ്ങളും നിങ്ങൾക്ക് മുമ്പുള്ള പൂർവ്വ പിതാക്കളും ആരാധിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്നിട്ട് ഇബ്രാഹിം നബി വിശദീകരിക്കുകയാണ്, ഫിന്നഹും അദുവ്വുല്ലി ഇല്ലാ റബ്ബൽ ആലമീൻ. റബ്ബുൽ ആലമീനായ സർവശക്തനായ പടച്ച തമ്പുരാൻ അല്ലാതെ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികന്മാർ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, ആരാധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ശക്തികളും വ്യക്തികളും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ശത്രുവാകുന്നു. എന്തേ കാരണം? അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ. അവനാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്, എനിക്ക് മാർഗദർശനം നൽകുന്നത്. നമുക്ക് നമ്മൾ എത്ര വ്യക്തമായിട്ടാണ് ഇബ്രാഹിം നബി പഠിപ്പിച്ചു കൊടുക്കുന്നത്. അള്ളാഹുവാണ് സൃഷ്ടാവ്, അവനാണ് എനിക്ക് ഹിദായത്ത് നൽകുന്നത്, എനിക്ക് മാർഗദർശനം നൽകുന്നത്, യഥാർത്ഥ വെളിച്ചം എനിക്ക് നൽകിയിട്ടുള്ളത്, എന്നെ വഴി കാണിച്ചിരിക്കുന്നത് ആ പടച്ച തമ്പുരാനാകുന്നു. വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ. അവനാണ് എനിക്ക് ഭക്ഷണം നൽകുന്നത്, അവനാണ് എനിക്ക് പാനീയം നൽകുന്നത്. വൈദാ മരിദുതു ഫഹുവ യശ്ഫീൻ. എനിക്ക് രോഗം വന്നാൽ അതിനെ ഷിഫയാക്കുന്നവനും പടച്ച തമ്പുരാനാകുന്നു. വല്ലദീന യുമീതുനി സുമ്മ യുഹീൻ. അവനാണ് എന്നെ മരിപ്പിക്കുന്നവനും എന്നെ വീണ്ടും ജീവിപ്പിക്കുന്നവനും അവനാകുന്നു. വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലീ ഖതീഅതി യൗമദ്ദീൻ. പ്രതിഫല നാളിൽ എൻ്റെ പാപങ്ങൾ പുറത്തു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും ആശിക്കുന്നതുമെല്ലാം അവനെ തന്നെയാകുന്നു എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. സഹോദരങ്ങൾ, നമ്മൾ പരിശോധിച്ചു നോക്കും. അള്ളാഹു സൃഷ്ടാവാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നു. ഗുണം ചെയ്യുവാൻ അള്ളാഹു അല്ലാതെ മറ്റാർക്കും നമ്മൾ അദൃശ്യമായ നിലയ്ക്ക് ഏതെങ്കിലും നിലയ്ക്ക് നമുക്ക് ഉപകാരം ചെയ്യുവാൻ, അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് എന്തെങ്കിലും അനുഗ്രഹം ഉണ്ടാകണം എന്ന് വിചാരിച്ചാൽ അതിനെ പിടിച്ചു വെക്കുവാൻ, അള്ളാഹു നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാകണം എന്ന് വിചാരിച്ചാൽ അതിനെ നീക്കം ചെയ്യുവാൻ അള്ളാഹു അല്ലാത്ത ഒരു ശക്തിക്കും വ്യക്തിക്കും സാധ്യമല്ല എന്ന് പഠിപ്പിച്ചിട്ട് ഇബ്രാഹിം നബി വിശദീകരിച്ചു കൊടുക്കുകയാണ്. അള്ളാഹു അല്ലാത്ത എല്ലാ ആരാധ്യ വസ്തുക്കളെയും ഞാൻ ഒഴിവാക്കാനുള്ള കാരണം അള്ളാഹുവാണ് എന്നെ സൃഷ്ടിച്ചവൻ, അവനാണ് എനിക്ക് മാർഗദർശനം നൽകിയവൻ, അവനാണ് എനിക്ക് ഭക്ഷണം നൽകുന്നത്, അവനാണ് എനിക്ക് പാനീയം നൽകുന്നത്, എൻ്റെ രോഗം ശിഫയാക്കുന്നത്, എന്നെ മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നത്, എൻ്റെ പാപങ്ങൾ പുറത്തു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നതും അവനെ തന്നെയാകുന്നു എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ വളരെ കൃത്യമായിട്ടാണ് ആ കാര്യങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരെ ബോധ്യപ്പെടുത്തിയിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും ഇബ്രാഹിം നബിയുടെ ചോദ്യം ഖുർആൻ ധരിക്കുന്നുണ്ട്. ഖാല അഫതഅബ്ദൂന മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉകും ശൈഅൻ വലാ യദുറുകും. തന്റെ ജനങ്ങളോട് തുറന്ന് അദ്ദേഹം പറഞ്ഞു. വിമാരാധനയുടെ നിരർത്ഥകത അദ്ദേഹം ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ശക്തികൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദ്രവം ചെയ്യാൻ, അല്ലെങ്കിൽ ഉപദ്രവത്തെ തടുക്കുവാൻ അവർക്ക് സാധിക്കുമോ? ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തുകയാണ്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന പ്രതികരണം എന്തായിരുന്നു എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പിതാവ് അദ്ദേഹത്തോട് പറഞ്ഞത്, ഖാല അറാഇബുൻ അൻത അൻ ആലിഹത്തി യാ ഇബ്രാഹിം. നിങ്ങൾ ആരാധിച്ചു വരുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ ആരാധ്യന്മാരായി സ്വീകരിച്ചു വരുന്നതിനെ ഒഴിവാക്കുവാൻ നീ തയ്യാറല്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് ആ യഥാർത്ഥത്തിൽ ആ കാര്യം അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്നത് നോക്കൂ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? നീ നിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ നിന്ന് വിരമിക്കുന്നില്ല എങ്കിൽ ഞാൻ തീർച്ചയായും നിന്നെ ഉരിഞ്ഞോടിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് പെട്ടെന്ന് എൻ്റെ സമീപത്ത് നിന്ന് മാറിപ്പോവുകയാണ് നിനക്ക് നല്ലത് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. അവിടെ വിട്ടുപോകുവാൻ പ്രവാചകന്റെ സന്നിധിയിൽ നിന്ന് ഓടിക്കപ്പെടുകയാണ്. ഇതാണ് അവരുടെ പ്രതികരണം. ഇനി ജനതയുടെ പ്രതികരണം നമ്മൾ പരിശോധിച്ച് നോക്കൂ. ജനങ്ങളോട് അദ്ദേഹം, നിങ്ങൾ എന്തിനെയാണ് അള്ളാഹു അല്ലാത്തതിനെ ആരാധിക്കുന്നത്? അവ ഉപകാരം ചെയ്യുമോ, അല്ലെങ്കിൽ ഉപദ്രവം ചെയ്യുമോ, അല്ലെങ്കിൽ ഉപദ്രവത്തെ തടുക്കാൻ സാധിക്കുമോ? ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി ബിംബാരാധനയുടെ നിരർത്ഥകത വ്യക്തമാക്കി കൊടുത്തിട്ട് ആ സന്ദർഭത്തിൽ ജനകീയ വിധിയാണ് ഉണ്ടായത്. ആ ജനകീയ വിധി ഖാലു ഹരിഖൂഹു, അവർ പറഞ്ഞു അദ്ദേഹത്തെ ചുട്ടുകരിച്ചു കളയുക എന്നായി.
അപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ചുട്ട് കരിച്ചു കളയുവാൻ വേണ്ടിയാണ് അവർ ആഹ്വാനം ചെയ്തിരുന്നത്. വൻസുറു ആലിഹത്തക്കും ഇൻ കുൻതും ഫാഇലീൻ, നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ആ കാര്യമാണ് നിങ്ങൾ നിർവഹിക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ആരാധ്യന്മാരെ സഹായിക്കണം എന്നായിരുന്നു ആ ജനങ്ങൾ ഒന്നടങ്കമുണ്ടായിരുന്ന ജനകീയ വിധി എന്നാണ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ കലിമത്തു തൗഹീദിന്റെ പ്രബോധനവുമായി ഇറങ്ങിച്ചെന്നപ്പോൾ ജനങ്ങളിൽ നിന്നുണ്ടായിരുന്ന പ്രതികരണം, പിതാവിൽ നിന്നുണ്ടായ പ്രതികരണം എല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അവർക്ക് ആകപ്പാടെ പറയാനുള്ള ന്യായം ഞങ്ങളുടെ ബാപ്പൊപ്പാപ്പമാർ പൂർവികമായി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് മാത്രമായിരുന്നു. എന്നിട്ട് അവർ ആ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുമ്പോൾ അവർ പിതാവ് സ്വന്തം മകനെ ആട്ടിയോടിക്കുകയും എറിഞ്ഞോടിക്കുകയും ചെയ്യുന്ന രംഗമാണ്. സമൂഹം അദ്ദേഹത്തെ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയുന്ന രംഗമാണ്. ആ സന്ദർഭത്തിൽ ഇബ്രാഹിം, അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായി അഗ്നിയോട്, നീ ഇബ്രാഹിമിന് ശാന്തിയും സമാധാനവുമായിരിക്കണം എന്ന്. അദ്ദേഹം ആ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, എനിക്ക് അള്ളാഹു മതി, ഞാൻ അവനിൽ തവക്കുലാക്കിയിരിക്കുന്നു, തവക്കുലാക്കാൻ ഏറ്റവും ഉത്തമമായവൻ അവനാകുന്നു എന്ന് പറഞ്ഞിരുന്നു എന്നാണ് ആ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് അദ്ദേഹത്തിന്റെ ആദർശത്തെക്കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം ബോധ്യപ്പെടുത്തിയിരുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ പരിശോധിച്ച് നോക്കൂ, അവരിൽ ഉണ്ടായിരുന്ന മറ്റ് തെറ്റായ ധാരണകൾ, ആ തെറ്റായ ധാരണകളെ തിരുത്താൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുമ്പോൾ ഓരോ സന്ദർഭങ്ങളിലും അദ്ദേഹം കടന്നു ചെന്നുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ പല വസ്തുക്കളെയും ആരാധിക്കുന്ന സ്വഭാവമാണ് ആ സമൂഹത്തിനുണ്ടായിരുന്നത്. അങ്ങനെ ഉണ്ടായിരുന്ന ആ സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കടന്നുകൊണ്ട് അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന നയപരമായ പ്രബോധന പ്രവർത്തനം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അദ്ദേഹം ചെന്നുകൊണ്ട് അവരോട് പറയുന്നത്, രാത്രി സമാഗതമായ സന്ദർഭത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന, പ്രശോഭിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇതാണ് എൻ്റെ റബ്ബ്. ഖാല ഹാദാ റബ്ബി. ഫലമ്മ അഫല, കുറച്ചു സമയം പിന്നിട്ട് പോയപ്പോൾ, രാത്രി പിന്നിടുന്നതോടുകൂടി ആ രാത്രി മൂടി വന്നപ്പോൾ നക്ഷത്രങ്ങളെ കാണുന്നു, നേരം വെളുത്തപ്പോൾ നക്ഷത്രങ്ങളെ കാണുന്നില്ല. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ മറഞ്ഞു പോകുന്ന, അസ്തമിച്ചു പോകുന്ന ഒന്ന് റബ്ബാകാൻ പറ്റില്ല. ലാ ഉഹിബ്ബുൽ ആഫിലീൻ, അങ്ങനെ അസ്തമിച്ചു പോകുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് സൂചിപ്പിച്ചു. എന്നാൽ വീണ്ടും ആ ചന്ദ്രൻ ഉദിച്ചുയർന്നു വരുന്നത് കണ്ടപ്പോൾ ആ ചന്ദ്രനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഖാല ഹാദാ റബ്ബി, ഇതാണ് എൻ്റെ റബ്ബ്. ഫലമ്മ അഫല ഖാല ലഇല്ലം യഹ്ദിനി റബ്ബി ലഅകൂനന്ന മിനൽ ഖൗമിൽ ളാലീൻ. അങ്ങനെ ആ ചന്ദ്രനും മാഞ്ഞു പോവുകയും അസ്തമിച്ചു പോവുകയും ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലഇല്ലം യഹ്ദിനി റബ്ബി, എൻ്റെ റബ്ബ് എനിക്ക് മാർഗദർശനം നൽകിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ തീർച്ചയായും വഴികേടിലായിരുന്ന ജനതയിൽ ഉൾപ്പെട്ടു പോകുമായിരുന്നു എന്ന്. വീണ്ടും പ്രഭാതം കടന്നു വന്നു. ഫലമ്മാ റഅ ശംസ ബാസിഅത്തൻ, അങ്ങനെ നേരം വെളുത്തപ്പോൾ ഉദിച്ചുയർന്നു വന്നിരിക്കുന്ന സൂര്യനെ കാണാൻ സാധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖാല ഹാദാ റബ്ബി അക്ബർ, ഇതാണ് ഏറ്റവും വലുതായിരിക്കുന്നത്. ആ നക്ഷത്രങ്ങളെക്കാളും ചന്ദ്രനേക്കാളും ഒക്കെ വലിപ്പമുള്ളത് സൂര്യനാണ്, അതുകൊണ്ട് ഇതാകുന്നു എൻ്റെ റബ്ബ്. വൈകുന്നേരമായപ്പോൾ ഫലമ്മ അഫലത്ത്, ആ സൂര്യനും അസ്തമിച്ചു പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖാല യാ ഖൗമി ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ, ജനങ്ങളെ, നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ നിരപരാധിത്വം എനിക്ക് ബോധ്യപ്പെടുന്നു, ഞാൻ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കുന്നു, ഞാൻ അതിന് നിരപരാധിയാകുന്നു എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. നോക്കൂ, നമ്മൾ ചന്ദ്രനെ ആരാധിക്കുന്ന, സൂര്യനെ ആരാധിക്കുന്ന, ഭൂമിയെ ആരാധിക്കുന്ന, അല്ലെങ്കിൽ പ്രകൃതിയിലെ മറ്റു പ്രതിഭാസങ്ങളെ ആരാധിക്കുന്നതിൻ്റെ നിരർത്ഥകത കൃത്യമായി ബോധ്യപ്പെടുത്താൻ വളരെ ലളിതമായി അവരിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അത് ഓരോന്നും സൂചിപ്പിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. എന്നിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു, ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ വമാ അന മിനൽ മുശ്രികീൻ, ഞാൻ എൻ്റെ മുഖത്തെ തിരിച്ചിരിക്കുന്നു, ആകാശങ്ങളെയും ഭൂമിയുടെയും സൃഷ്ടാവായ ആ നാഥന്റെ നേരെ യാതൊരു വക്രതയും വളവുമില്ലാതെ ഋജുമാനസനായിക്കൊണ്ട് ഞാൻ ഒരിക്കലും ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ടവനല്ല. ആലോചിച്ച് നോക്കും, കൃത്യമായ ആദർശ പ്രഖ്യാപനമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം നടത്തി. സൂര്യനാകട്ടെ, ചന്ദ്രനാകട്ടെ, നക്ഷത്രങ്ങളാകട്ടെ, ഗോളങ്ങളാകട്ടെ, ഗ്രഹങ്ങളാകട്ടെ, ഭൂമിയാകട്ടെ, മറ്റെന്തുമാകട്ടെ, അതിൻ്റെ മുമ്പിൽ തലകുനിക്കുവാനോ അതിനെ ആരാധിക്കുവാനോ അതിനെ വിളിച്ച് പ്രാർത്ഥിക്കുവാനോ നിർവാഹമില്ല. കാരണം അവയെല്ലാം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു യഥാർത്ഥ സൃഷ്ടാവാണ് യഥാർത്ഥത്തിൽ ആരാധനക്ക് അർഹനായിരിക്കുന്ന ഏകനായ ദൈവം എന്ന്, അള്ളാഹു എന്ന്
അവരെ കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ഒന്നിനെയും പങ്കുചേർക്കാൻ തയ്യാറല്ല എന്നും ആ പടച്ച തമ്പുരാന് നേരെ ഞാൻ എൻ്റെ മുഖം തിരിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തൻ്റെ കൃത്യമായ ആദർശവും ആ ആദർശത്തിന്റെ പ്രഖ്യാപനവും അത് പ്രഖ്യാപിച്ചപ്പോൾ ആ സമൂഹത്തിൽ നിന്നുണ്ടായിരുന്ന എതിർപ്പും പ്രതികരണവും ഒക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ ഇന്ന് ഈ ആദർശത്തിന്റെ പ്രബോധനത്തിനു വേണ്ടി സജീവമായി കർമ്മനിരതരാവേണ്ട ആവശ്യകത നമുക്ക് ബോധ്യപ്പെടും. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം അനുസ്മരിക്കുന്ന ഈ സന്ദർഭത്തിൽ ദഅവാ പ്രവർത്തനങ്ങളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥമായ തൗഹീദിന്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഉസീകും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. ഖാല അല്ലാഹു തആല ഫീ ഖുർആനിൽ കരീം അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കൾ അനുസരിച്ച് അങ്ങേറ്റത്തെ കൂടെ ജീവിക്കുവാൻ ഒന്നുകൂടി എന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുന്നു. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ഏകനായ അള്ളാഹു മാത്രമാണ് ആരാധ്യൻ എന്ന് ബോധ്യപ്പെടുത്താൻ അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന പല മാർഗങ്ങളും പല നിലക്കുള്ള അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളും അദ്ദേഹം പറഞ്ഞു കൊടുത്തിരുന്ന കാര്യങ്ങളുമൊക്കെയാണ് നമ്മൾ സംക്ഷിപ്തമായി സൂചിപ്പിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള പ്രബോധന പ്രവർത്തനങ്ങളുമായി ഇറങ്ങിത്തിരിച്ചപ്പോൾ അത് ഉൾക്കൊള്ളുന്നതിന് പകരം അദ്ദേഹത്തിന് എതിർപ്പുകളാണ് ഉണ്ടായിരുന്നത്. ആ സമൂഹത്തിൻ്റെ പ്രതികരണം അദ്ദേഹത്തിനെതിരായിരുന്നു എന്നുള്ളതുമാണ് നമുക്ക് ബോധ്യപ്പെട്ടത്. ഈ സന്ദർഭത്തിൽ നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ള രണ്ട് കാര്യം. കഴിഞ്ഞ ഖൈദ് മാസം 29 മാസപ്പിറവി ദൃശ്യമാകാത്തത് കൊണ്ട് പെരുന്നാൾ അടുത്ത വ്യാഴാഴ്ച ആയിരിക്കുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ പെരുന്നാൾ നമസ്കാരം കൃത്യമായ 30 എന്നാണ് പള്ളിയുടെ ബന്ധപ്പെട്ട ആളുകൾ അറിയിച്ചിട്ടുള്ളത്. കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആലോചിക്കുമ്പോൾ പെരുന്നാൾ സമാഗതമാകുന്ന സന്ദർഭത്തിൽ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഉളുഹിയ്യത്തിനെ സംബന്ധിച്ച് നാം നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മളതിനെല്ലാവരും തയ്യാറാവുകയും അനിയ്യത്തോടുകൂടി അതിൻ്റേതായ കർമ്മങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, അറഫ സമാഗതമാകുന്ന ഈ സന്ദർഭത്തിൽ ഹജ്ജ് 9 സുന്നത്ത് നോമ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഹദീസുകളിലൊക്കെ കാണാൻ സാധിക്കും. അതിൻ്റെ പ്രാധാന്യം മുസ്ലിം രേഖപ്പെടുത്തിയിരിക്കുന്ന ഹദീസിൽ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നത് അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ സിയാമു യൗമു അറഫ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനത്തല്ലതി ഖബിലഹു വസനത്തല്ലതി ബഅദഹു. കഴിഞ്ഞു പോയിരിക്കുന്നതും വരാനിരിക്കുന്നതുമായ 2 വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രയും ശ്രേഷ്ഠതയാണ് അറഫ നോമ്പിന്, ദുൽഹജ്ജ് 9 നമ്മൾ നിർവഹിക്കുന്ന അറഫ നോമ്പിനുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു കാര്യം, പെരുന്നാൾ നമസ്കാരത്തിനു വേണ്ടി കടന്നു വരുമ്പോൾ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഅദു യൗമൽ ഫിത്രി ഹത്താ യഅകുല. ഈദുൽ ഫിത്ർ ദിനം ഒരു മാസക്കാലം നോമ്പെടുത്തുകൊണ്ട് നമസ്കാരത്തിനു വേണ്ടി സമാഗതമാകുമ്പോൾ പ്രവാചകൻ പ്രഭാതത്തിൽ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചതിന് ശേഷമല്ലാതെ നമസ്കാരത്തിനു വേണ്ടി വന്നിരുന്നില്ല. എന്തെങ്കിലും നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് ഈദുൽ ഫിത്റിന് കടന്നു വന്നത്. എന്നാൽ വലാ യഅകുൽ യൗമൽ അദ്ഹ, ബലിപെരുന്നാളിന് കടന്നു വരുമ്പോൾ ഹത്താ യർജിയ, മടങ്ങിപ്പോകുന്നത് വരെ പ്രത്യേക ഭക്ഷണം കഴിച്ചിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ പ്രവാചകൻ്റെ സുന്നത്ത് എന്നുള്ള നിലക്ക് നമ്മൾ മുറുകെ പിടിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ പെരുന്നാളിൻ്റെ ദിവസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെക്ബീറുകൾ മുഴക്കുക എന്നുള്ളത് പള്ളിയിലേക്ക് വരുമ്പോഴും ബലിപെരുന്നാളിനെ സംബന്ധിച്ചിടത്തോളം അതിനുശേഷമുള്ള 3 ദിവസങ്ങളിലും അയ്യാമു തശ്രീഖിൻ്റെ ദിനങ്ങൾ, അയ്യാമു തശ്രീഖ് അയ്യാമു അഖിലിൻ വഷുർബിൻ, തിന്നാനും കുടിക്കാനും സന്തോഷിക്കാനും ഒക്കെയുള്ള ദിനമായിട്ടാണ് ബലിപെരുന്നാളിനോട് തൊട്ട് വരുന്ന ദുൽഹജ്ജ് 11, 12, 13 ദിവസങ്ങൾ ഹാജിമാർ മിനായിൽ താമസിക്കുകയും അവിടെ കർമ്മങ്ങൾ നിർവഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ദിവസം കൂടിയാണ്. അപ്പോൾ ആ ദിവസങ്ങളിൽ നമുക്ക് നോമ്പ് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്ന ദിവസങ്ങൾ, നോമ്പ് നോൽക്കാൻ പാടില്ലാത്ത ദിവസങ്ങളുടെ കൂടെയാണ് പെരുന്നാൾ ദിവസങ്ങളും അയ്യാമത്തെ ശരീക്കിൻ്റെ ദിവസങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ തക്ബീർ മുഴക്കുക എന്നുള്ളത് പ്രത്യേക പ്രാധാന്യമുള്ള ശ്രേഷ്ഠതയുള്ള കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി വരുമ്പോൾ ഇതാ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ കാന യൗമു ഈദിൻ ഹാലഫത്തരി, 2 വഴികൾ സ്വീകരിച്ചിരുന്നു. ഇങ്ങോട്ട് വരാൻ ഒരു വഴിയും തിരിച്ചു പോകാൻ മറ്റൊരു വഴിയിലൂടെയും പോകുക എന്നതും പ്രവാചകൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മാതൃകയാണ്. കാരണം പെരുന്നാൾ സുദിനങ്ങളിൽ ധാരാളം ആളുകളുമായി ആ സന്ദേശം പങ്കുവെക്കുവാനും ആ സന്തോഷം പങ്കിടുവാനും ഒക്കെ അവസരമുണ്ടാകുന്ന രൂപത്തിൽ
ആളുകളുമായി ബന്ധം പുലർത്താൻ സാധിക്കുന്ന രൂപത്തിൽ ഒരു വഴിയിലൂടെ വരികയും മറ്റൊരു വഴിയിലൂടെ പോവുകയും ചെയ്യുന്ന ഒരു കാര്യവും സുന്നത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ പുതുവസ്ത്രം ധരിക്കുക, അതുപോലെ സാധാരണ കുളി പോലുള്ള കാര്യങ്ങൾ നമ്മൾ സാധാരണ നിർവഹിക്കുന്നതാണെങ്കിലും അവിടെയൊക്കെ നെയ്യത്തോടു കൂടി കാര്യങ്ങൾ നിർവഹിക്കുക എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. നമ്മൾ ഇന്നും കുളിക്കാറുണ്ട്, വെള്ളിയാഴ്ചയും കുളിക്കും, പെരുന്നാളിനും കുളിക്കും, അതല്ല പ്രശ്നം. ആ വെള്ളിയാഴ്ചയും പെരുന്നാളും ഒക്കെ കുളിക്കുന്ന സന്ദർഭത്തിൽ ആ ഒരു നെയ്യത്തോടു കൂടി ഞാൻ ആ കർമ്മം നിർവഹിക്കുന്ന ആ ഒരു ബോധത്തോടു കൂടി ആയിരിക്കണം. അപ്പോഴാണ് അത് പ്രതിഫലാർഹമായിത്തീരുന്നത്. അതുകൊണ്ട് പരമാവധി സുന്നത്തുകൾ നേടിയെടുക്കുവാൻ, അതുപോലെ ഇനിയുള്ള ദുൽഹജ്ജിൻ്റെ ഈ 10 വരെയുള്ള ദിവസങ്ങളിലും കൂടുതൽ ദിക്റുകളും ദുആകളും ഒക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയതുപോലെ പുണ്യകരമായ കാര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അതിലേക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും അതിൻ്റേതായ പുണ്യം നേടിയെടുക്കുവാനും സന്തോഷത്തോടു കൂടി ലോക മുസ്ലിങ്ങൾക്ക് ഈദുൽ അദ്ഹ ആഘോഷിക്കുവാനും അള്ളാഹു അവസരം ഒരുക്കി തരുമാറാകട്ടെ. ഹജ്ജിനു വേണ്ടി അവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കായ ഹാജിമാർക്ക് വളരെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശാന്തിയും സമാധാനവും നിലനിൽക്കുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന പലരും നമ്മളോട് ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. അവർക്കെല്ലാം അള്ളാഹു രോഗശമനം നൽകുകയും ആരോഗ്യം മെച്ചപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെയും ആദർശ ബന്ധുക്കളുടെയും ഒക്കെ ബന്ധക്കാരും കുടുംബക്കാരും ഒക്കെ ആയി പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. പലരും ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുകയും അവരെയും നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും അവരുടെ ബർസഖിയായ ജീവിതം സന്തോഷകരമാക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത് യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വലി വാലിദീനാ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനാ സിഗാറാ. اللهم أحينا للكتاب والسنة. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. توفنا مسلمين والحقنا بالصالحين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.